അച്ചു എങ്ങടാ പോണേ? നമ്മൾ സാരി മേടിക്കാൻ, സാരി നോക്കാൻ. ഞങ്ങളിപ്പോ സേലത്താണുള്ളത്. കുറെ അന്വേഷിച്ചു. നമ്മൾ കാഞ്ചീപുരം പോണോ, സേലം പോണോ, ചെന്നൈ പോണോ, പിന്നെ ഏതായിരുന്നു ഒരു സ്ഥലം കൂടി ഉണ്ടായിരുന്നേ? കോയമ്പത്തൂരല്ല, മറ്റേ കാഞ്ചീപുരം, കുത്താമ്പള്ളി പോണോ എന്നൊക്കെ നമ്മൾ കുറെ ആലോചിച്ചു. അപ്പോൾ ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള നല്ല സാരി കളക്ഷൻ, അതും നല്ല പ്രൈസ് റേഞ്ചിലെ സാരി കളക്ഷൻ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ സേലം വിട്ടു. സേലത്ത് ആരുണ്ട്? യെസ്, സേലത്താണ് ഷാരി ചേച്ചിയുടെ അമ്മയുള്ളത്. അപ്പം ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോന്നു. നമ്മൾ ഏത് സ്ഥലത്തേക്കാണ് പോണേ മാമ? പഞ്ചുകാലിപ്പെട്ടി. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമ്മൾ അവിടുത്തെ വീഡിയോസ് ഒക്കെ കാണിച്ചാൽ നമ്മൾ ജസ്റ്റ് എങ്ങനെയാണ്, നല്ല കളക്ഷൻ ആണോ എന്നറിയാൻ വേണ്ടി വന്നതാണ്. നമ്മളിപ്പോ ഒന്നും എടുക്കണില്ല. എന്നിട്ട് നമ്മൾ വീണ്ടും പേരൻസിനെ കൊണ്ട് നമ്മൾ വീണ്ടും വരും. കണ്ട, ഞങ്ങൾ പോണ വഴി ഫുൾ ഇങ്ങനെ ഓരോ സിൽസിലുള്ള ബോർഡുകളാണ് കണ്ട. എങ്ക പാത്താലും സിൽക്സ്, മീനാക്ഷി സിൽക്സ്, ബാല സിൽക്സ്. ഇത് വന്ന് പുതിയ സോപ്പ്, തമിഴ് വായിക്കാൻ തെറിയാത്. ഓക്കെ, സോ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഹലോ പാപ്പ, ഇതിന്റെ പേരെന്താ? വരമഹാലക്ഷ്മി സിൽക്സിലേക്ക് ഞങ്ങൾ കയറുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഇരുന്നിട്ടാണ് അവർ സാരികൾ കാണിച്ചു തരാം. പിന്നെ ഇപ്പോൾ താഴെ ഇരിക്കാൻ പറ്റാത്തവർക്ക് കുഞ്ഞി സ്റ്റൂളുകളും വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നമുക്കിങ്ങനെ ഈ വൈറ്റ് കളർ മുണ്ട് വിരിച്ചിട്ട് അതുമ്മയാണ് അവർ നമുക്ക് ഫുൾ സാരീസ് എല്ലാം ഡിസ്പ്ലേ ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തമിഴ് ടൈപ്പ് സാരീസും കേരള സാരീസിലും കളറിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷേ ലൈക്ക് പൊതുവേ തമിഴ്നാട്ടിലേക്ക് പോയാൽ നമുക്ക് നമ്മുടെ ടൈപ്പ് സാരീസ് കിട്ടില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ കളർ, നമുക്ക് വേണ്ട കളേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതേപോലത്തെ സാരീസ് നമുക്ക് എടുത്തു തരും. കല്യാണത്തിന് ഇതാക്കിയാലോ ഈ കളർ? ഇത് ആക്ച്വലി നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാരീസാണ് ഇപ്പോൾ നോക്കുന്നത്. ഇതൊക്കെ ഉണ്ടാ സുഖമല്ലേ? പിന്നെ ഒരുപാട് സ്കാംസ് നടക്കുന്ന ഒരു ഏരിയയാണ് ഈ വെഡ്ഡിങ് സാരീസ് എന്ന് പറയുന്നത്. ലൈക്ക് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വളരെ ജെനുവനായിട്ട് ഇവരെല്ലാ ഡീറ്റെയിൽസിനെ പറ്റിയും എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു തരും നമുക്ക്. ഇഷ്ടമായ ഒരുപാട് നല്ല സാരീസ് ഉണ്ട്, നല്ല കളർ കോമ്പിനേഷൻസ് ഉള്ള സാരീസൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്ത. ഇങ്ക് ബ്ലൂ അല്ലെങ്കിൽ പെപ്സി ബ്ലൂ എന്നാണ് ഇവർ ഇതിനെ പറയുന്നത്. കണ്ണടിച്ച് പോകണം ബ്ലൂ. അതിൻ്റെ വേറൊരു ഇത് കണ്ടത് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ എന്തായാലും ബ്ലൂ സാരി എടുക്കാൻ പോകില്ല. വെറുതെ ബ്ലൂവിൻ്റെ മേത്ത് എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടി മാത്രം ട്രൈ ചെയ്തതാണ്. പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ നമ്മളെ ഇൻസിസ്റ്റ് ചെയ്യും. ലൈക്ക് അവർ ഇത് മേത്ത് വെച്ച് നോക്കൂ, ഡ്രേപ്പ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട്. കല്യാണ പെണ്ണായാലോ? ഇവിടെ ഒന്നും സാരിക്കൊരു അന്ത്യമില്ല ഗൈസ്, വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാരി ആക്ച്വലി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് ഗോൾഡനിൽ ബ്ലാക്ക് ഒരു പോർഷൻ വരുന്നുണ്ട്, പിന്നെ ഒരു റെഡ് പോർഷനും ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഈ ബ്ലാക്ക് വരുന്ന ഒരു ബ്ലാക്ക് ബ്ലൗസുമാണ്. ബ്ലാക്ക് വരുമ്പോൾ പൊതുവേ അങ്ങനെ കല്യാണത്തിന് ബ്ലാക്ക് എടുക്കില്ലല്ലോ എന്നുള്ള സാധനം കേൾക്കാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങളത് എടുത്തില്ല. കോപ്പർ ജെറി പ്ലസ് വയലറ്റ് വാടാമല്ലി. ഇത് ഷാലു കണ്ടു ഇപ്പോൾ എടുക്കും. ഇത് നല്ല രസമാണ് കേട്ടാണ്. ഇവിടെ മൊത്തം സാരീൻ്റെ കളികളാണ്.
അതാ അപ്പം ഇത്രയും ദൂരം വന്നിട്ട് ഇവർ ഇത്രയും സാരീസ് കാണിച്ചിട്ട് ഒരു സാരി എങ്കിലും എടുക്കാണ്ട് പോണതൊരു വിഷമമുള്ള കാര്യമായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു മായമയ്ക്കുള്ള സാരി ഇപ്പം തന്നെ എടുക്കാം. അപ്പോൾ സൈഡിൽ ഞങ്ങൾ മായമയ്ക്ക് ഓരോ സാരികൾ ഇങ്ങനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ദിസ് വൺ സാരി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. വെരി നൈസ് കോഫി ബ്രൗൺ കളർ സാരി. പക്ഷേ ഇതല്ല ഞങ്ങൾ മായമയ്ക്ക് എടുത്തത്. എടുത്ത സാരീൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞായി ഗൈസ് ഞങ്ങൾ. ദീസ് ആർ എ ഫ്യൂ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബ്രൈഡൽ കളക്ഷനാണ്. അപ്പോൾ ആക്ച്വലി ബ്രൈഡൽ കളക്ഷനൊന്നും നോക്കരുതെന്ന് എനിക്ക് മനസ്സിലുണ്ടായി. കാരണം ഏതെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി വരുമ്പോൾ അതില്ലെങ്കിൽ എനിക്ക് വിഷമമായി പോകും. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് ഈ ഗ്രീൻ കളർ. ഗ്രീൻ എൻ്റെ മനസ്സിലില്ലാത്ത ഒരു കളറായിരുന്നു. ബട്ട് ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഐ മീൻ അതിനകത്തുള്ള മോട്ടീവ്സൊക്കെ ലൈക്ക് വെരി ഡീറ്റെയിൽഡ് മോട്ടീവ്സ് ആയിരുന്നു. ഇനി ഇത് വരുമ്പോൾ ഇത് തന്നെ എടുക്കണം എന്നില്ല. ബിക്കോസ് എൻ്റെ മനസ്സിൽ ഗ്രീൻ എന്ന് പറഞ്ഞൊരു കളറില്ല. പിന്നെ എൻ്റെ മനസ്സിൽ ആക്ച്വലി റെഡാണ് ഗൈസ്. പിന്നെ ഉള്ള ഒരു സാരിയാണ് ദിസ് വൺ. ഇത് രണ്ടും ഈ ഗ്രീൻ ആണെങ്കിലും ഇതൊരു റോസ് ഗോൾഡൻ ലൈക്ക് സ്വർണ്ണത്തിൽ കുളിച്ചെടുത്തേക്കണ വരെയുണ്ട് സാരി. ലൈക്ക് വെരി പ്രിറ്റി സാരി. പക്ഷെ എനിക്ക് എൻഗേജ്മെൻറ്റിന് ഞങ്ങളൊരു എന്താ പറയുക ഒരു ലൈറ്റർ ഷെയ്ഡ് പിടിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് കല്യാണത്തിന് കുറച്ച് ബ്രൈറ്റ് കളർ ആവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവർ ഇൻസിസ്റ്റ് ചെയ്തപ്പോൾ ഈ 2 സാരീസ് ഞങ്ങൾ വെറുതെ ട്രൈ ചെയ്ത് നോക്കി. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് കാഞ്ചീപുരം വരമഹാലക്ഷ്മി സിൽക്സിലാണ് നമ്മൾ കയറി. അപ്പോൾ വി വോണ്ടഡ് ടു നോ ഇഫ് ദേ ഹാവ് എ ഗുഡ് കളക്ഷൻ. അമേസിങ് കളക്ഷൻസ്. ലൈക്ക് കണ്ണൊക്കെ നിറഞ്ഞിട്ട് സാരി കണ്ടിട്ട് എല്ലാ പ്രൈസ് റേഞ്ചസിലുണ്ട്. ഈവൻ ഫോർ 2500 റേഞ്ചിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വെരി ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻസ് ആണെങ്കിലും എല്ലാ പ്രൈസ് റേഞ്ചസും എല്ലാ പ്രൈസ് റേഞ്ചസിനുള്ള സാരീസ് ഇവിടെ ഉണ്ട്. കാഞ്ചീപുരം പോകണമെങ്കിലും ഇപ്പോൾ ചെന്നൈ പോകണമെങ്കിലും ഇറ്റ് ടേക്സ് എ ലിറ്റിൽ മോർ ലോങ്ങർ. ഇതിപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ട്രാവൽ ചെയ്ത് വന്ന് യു ക്യാൻ ഒരു ദിവസം രാത്രി ബസ് കയറിയാൽ യു ക്യാൻ കം ദ നെക്സ്റ്റ് ഡേ ഹിയർ. ഇവിടെ ഒരുപാട് കടകളുണ്ട്. ബട്ട് ഐ പേഴ്സണലി ഐ ലവ് ദിസ് ഷോപ്പ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു കളക്ഷൻസ്. യു മസ്റ്റ് ട്രൈ ദിസ്. നിങ്ങൾ ഇനി 18th വീണ്ടും വരും. 18th വന്നിട്ട് നമ്മൾ സാരീസ് ഫിക്സ് ചെയ്ത് നമ്മൾ എടുക്കും. അന്നാണ് മന്ത്രകോടി എല്ലാം നമ്മൾ അന്ന് വന്നിട്ട് ഇവിടുന്ന് എടുക്കും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമുക്ക് സാരി പൂജിച്ചിട്ടൊക്കെ തരാം. നമുക്ക് വേണമെങ്കിൽ മതി. ആൻഡ് ദിസ് ഹോൾ ഷോറൂം ഹാസ് എ ബ്യൂട്ടിഫുൾ സ്മെൽ. ആൻഡ് ഈവൻ നമ്മൾ വാങ്ങിച്ച സാരീസിന് വരെ ലൈക്ക് ആ ഒരു സ്മെല്ലുണ്ട്. മായമയ്ക്കുള്ള സാരി എന്തായാലും വാങ്ങിച്ചു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയോ, നമുക്ക് നോർമലി ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവരോട് നമ്മൾ ഇന്ന് വാങ്ങിക്കണില്ല സാരീസ്. എന്നിട്ടും അവർ സ്റ്റിൽ ദേ വർ ലൈക്ക് വില്ലിങ് ടു ലൈക്ക് ഷോ എല്ലാ സാരീസും കാണിക്കാനും ഉടുപ്പിച്ച് തരാനും ലൈക്ക് ഒരു മടിയില്ല. ദ സർവീസ് വാസ് അമേസിങ്. എല്ലാവരും ഭയങ്കര ഹംബിൾ പീപ്പിൾ, വെരി നൈസ് പീപ്പിൾ. നല്ല ആൾക്കാരായിരുന്നു എല്ലാവരും. സോ ഇഫ് യു ആർ വില്ലിങ് ടു ട്രാവൽ, ലൈക്ക് കുറച്ച് ദൂരം വന്ന് നിങ്ങൾക്ക് സാരിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഐ ആം ഡെഫിനറ്റ്ലി സജസ്റ്റിംഗ് ദിസ് ഷോപ്പ്. തൃശ്ശൂർ ഇൻ 3 months ഇവർ ആക്ച്വലി തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കാഞ്ചീപുരം വരമഹാലക്ഷ്മി സിൽക്സ്. കീപ് ദിസ് ഇൻ മൈൻഡ്. ദിസ് ഇസ് നോട്ട് എ പെയ്ഡ് കൊളാബറേഷൻ. ദിസ് ഇസ് നത്തിങ്. ഞങ്ങളിവിടെ വന്നു, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയോ? വേറെ ബി ഗോയിങ് സേലം. യെസ്. എന്തിനാ പോകുന്നത്? സാരി ഷോപ്പിംഗ്. യെസ്, ഇന്ന് വെഡ്ഡിങ് സാരി ഷോപ്പിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഒരു തവണ ട്രയൽ നോക്കിയതിൻ്റെ വീഡിയോ കാണിച്ചില്ലേ? അപ്പോൾ നമ്മളിന്ന് സാരി എടുക്കാൻ പോവാണ്. നമുക്ക് നിയർലി ഒരു 40-42 സാരീസ് എടുക്കാനുണ്ട് അവിടെ പോയിട്ട്. ഗിഫ്റ്റ് സാരീസും ബ്രൈഡൽ സാരി ഓൾസോ വി ഹാവ് ടു ടേക്ക്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ എല്ലാം തപ്പിട്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ കൂടെ വരുന്ന ആൾക്കാർ ആരൊക്കെയാന്ന് കാണിച്ചു തരാം. കൂടെ വരുന്നത് ഒന്ന് ശീതൾ, 2 റൂത്ത്, ഒരാള് അവര് ഫാമിലി ഉണ്ട്, എൻ്റെ കസിൻസ് എല്ലാവരും ഉണ്ട്. പിന്നെ ഇനി ഒരാളും കൂടെ ഉണ്ട്, അന്ത്രു ഈസ് കമ്മിങ് ഫ്രം ബാംഗ്ലൂർ. ഇങ്ങോട്ടേക്ക് വരും. അവൾക്ക് അവിടെ നിന്ന് 4 hours ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ എല്ലാവരും മീറ്റ് ചെയ്തിട്ട് ആ സെയിം കടയിലൊക്കെ ഞങ്ങൾ പോണേ. അതിന് ഞങ്ങൾ ഷോപ്പിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ അതെ സ്പോൺസർ എൻ്റെ അച്ഛനാണ് കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാം. ബ്രേക്ക്ഫാസ്റ്റ് ദോശ ആൻഡ് ടൊമാറ്റോ കറി. ദോശ തക്കാളി കറി കഴിക്കാൻ പോകുന്നു. ടൊമാറ്റോ കറി. അപ്പോൾ ഞാൻ അറിയാണ്ടൊരു ബദാം മിൽക്ക് ഓർഡർ ചെയ്ത് ഭയങ്കര മധുരം പട്ടിയിരിക്കുകയാണ് കേസിന്. ഞങ്ങൾ എന്തൊക്കെ ഉണ്ടെന്നറിയാം. ഇവിടെ സൂപ്പർ സാധനം എന്തായാലും പറയാം. ടിഫിൻ ബ്രേക്ക്ഫാസ്റ്റാണ്. മിനി ടിഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കുറച്ച് ഉണ്ടാവും. അതിനകത്തൊരു കുഞ്ഞി മസാല ദോശ,
മറ്റേ എന്തായിരുന്നു പൊങ്കൽ, കേസരി, കോഫി, അങ്ങനെ എല്ലാം അങ്ങനെ കുറച്ച് എല്ലാം ഉണ്ട്. പ്ലസ് നല്ല എനിക്ക് നോർമലി തമിഴ്നാട് സാമ്പാർ എനിക്ക് അത് വലിയ ഇഷ്ടമല്ല, ഒരു മധുരം ഇടാറ്. പക്ഷെ ഇത് അടിപൊളിയായിരുന്നു. തമിഴ്നാട് സാമ്പാറും ഇത് മറ്റേ പൊട്ടുകടലോണ്ട് ഉണ്ടാക്കിയിരിക്കണ ഇതാണ് ചട്നി. വെരി ടേസ്റ്റി. ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു പോകാനായിട്ട്. ആരൊക്കെ എൻ്റെ കസിൻസ് തന്നെ ഒരു 9 ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഞങ്ങൾ 3 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ടോട്ടലി ഒരു നിയർലി 12 ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാർ കൂടുതലൊന്നും അറിയില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവർ വണ്ടി ഓടിക്കാനായിട്ട് ചെറുപ്പക്കാരായാലും ഞങ്ങളുടെ കൂടെ ഇല്ല. പിന്നെ ഇത്രയും ദൂരം ഇവരെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കണ്ടേ, ഭയങ്കര ടയേർഡാവും. പ്ലസ് ഇന്ന് തിരിച്ചും വരണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ട്രാവലറിന് പോകാമെന്ന്. അപ്പോൾ ട്രാവലറിന് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടു ഓടിഞ്ഞ് ഭയങ്കര ടയേർഡാവും. ബിക്കോസ് ഈ ഇടയ്ക്ക് തന്നെ ഞങ്ങൾ കുറേ ട്രാവലറിൽ പോയിട്ട് കഷ്ടപ്പെട്ടതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കോണ്ടാക്റ്റ് കിട്ടി. ഞങ്ങളിങ്ങനെ ഒരു എന്താ വണ്ടിയുടെ പേര്, ഉർബാനിയ ബുക്ക് ചെയ്തു. 17 സീറ്റർ ഉർബാനിയ. അടിപൊളി വണ്ടി. ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തരാം. റൂത്തിനുള്ള ചെക്കിന് ക്രഷായി. അവൾക്ക് അതിനകത്ത് ഇപ്പൊ വിറക് വെക്കണം. അവള് വിറകെടുത്ത് വെച്ചു. ഭ്രാന്തത്തി. എടുത്തപ്പോ എന്ത് സുഖമാണ് കിട്ടിയത്. ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിച്ചതിന്റെ പൈസ അടയ്ക്കാൻ പറ്റിയില്ല. അപ്പൊ ഇവിടെ വിറകൊക്കെ കൂട്ടി അവരെ സഹായിച്ചിട്ട് ഇവിടുന്ന് പോവാൻ പറ്റുള്ളൂ ഇനി. സോ ഇതാണ് നമ്മുടെ 17 സീറ്റർ ഉർബാനിയ. സോ സ്ലൈഡിങ് ഡോറാണ്, പക്ഷെ ഇവിടെ വേറെ ഡോറുണ്ട്. എല്ലാവരും ഇങ്ങനെ വിശദീകരിക്കുക. സുഖമില്ലേ ഇതിലിരിക്കാൻ? പറ. സുഖല്ലേ? ഒന്ന് സീറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കൂ, ലെഗ് സ്പേസ് ഒക്കെ. യെസ്, വെരി കംഫർട്ടബിൾ. ഇത് പുഷ് ബാക്ക് ആയിട്ട് കിടക്കണതല്ലേ, ഇവള് വെറുതെ കിടക്കണതാണ്. ആരതപ്പന പോന്ന? ആരെടുക്കാൻ പോവാ? സാരി എടുക്കാൻ പോവാ. മനസ്സിലായില്ല. ആരെ പിക്കാൻ പോവാണ്? അന്ത്രു ബാംഗ്ലൂരിൽ നിന്ന് ബസ്സൊക്കെ എടുത്ത് വന്നോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും സെയിം ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വരുന്നത്. വീടിന് പോയിന്റിൽ മീറ്റ് ചെയ്യും. എത്തി. ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഞങ്ങളുടെ പിന്നെ ബാംഗ്ലൂർ ചിക്കാണ്. ട്രെയിനിൽ പോണ പോലെ എന്നാണ് ശീതൾ പറയുന്നത്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ട്രെയിനിൽ പോണ പോലെ. ബുദ്ധിന്റെ കുട്ടിക്ക് എക്സൈറ്റഡ് ആണോ നിങ്ങൾ എന്റെ സാരി? ഫുഡിലെ എക്സൈറ്റഡ് ഗൈസ്. നമ്മൾ വീണ്ടും ഇവിടെ എത്തി. എക്സൈറ്റഡ് ആണോ റൂത്തെ? വെരി വെരി എക്സൈറ്റഡ്. സ്ഥലത്തിലാണ് നമ്മളിപ്പോ. കാണിക്കും. താനായിരിക്കുന്ന സ്ഥിതിക്ക് എന്തായാലും കാണിക്കാം. ചെരുപ്പൂരിടാ. ഇവിടെ നമ്മള് ചെരുപ്പൂരിടണം ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും കടയുടെ ഉള്ളിലേക്ക് കയറി. നമ്മൾ എല്ലാ സാരീസ് 42 സാരീസ് നമുക്ക് സെലക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. നമ്മൾ ഷോപ്പിംഗ് ജേർണി. നമ്മൾ ആദ്യം ഗിഫ്റ്റ് സാരീസ് നോക്കിയിട്ട് നമുക്ക് ബ്രൈഡൽ സാരി ഏറ്റവും അവസാനമാണ്. ഇല്ല അതല്ലേ നല്ലത്. ബിഗ് റിവീൽ അവസാനം. ക്ലാസ് റൂമിൽ നിരന്നിരിക്കുന്ന മാതിരി ഞങ്ങളെല്ലാവരും നിരന്നിരിക്കുകയാണ് ഗൈസ് സാരി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഗിഫ്റ്റ് സാരീസാണ് നോക്കണം. അപ്പോൾ നമ്മുടെ നമ്മൾ പറയുന്ന കളർ സജഷനൊക്കെ അവരെടുത്തിട്ട് നമുക്ക് ഓരോ സാരീസ് അവർ കാണിച്ചു തരുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സോസ്റ്റിംഗ് ആയിരിക്കുന്നതാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഞങ്ങളെല്ലാവരും എല്ലാവരും ഉള്ളതുകൊണ്ട് ഒരു ഓളായിരുന്നു. ഫ്രണ്ട്സും കസിൻസ് എല്ലാവരും ഉള്ളതുകൊണ്ട്. ഹായ്, നല്ല കളർ.
അപ്പോൾ ശീതളിനും അന്ത്രൂനും റൂത്തിനൊക്കെ സാരി എടുക്കണമായിരുന്നു ഞങ്ങൾക്ക്. അപ്പം ആദ്യം ശീതളിൻ്റെയാണ്. അത് എന്താ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞ സാരി കണ്ടപ്പോൾ തന്നെ ശീതളിന് ഓർമ്മ വന്നു. അവൾക്ക് മഞ്ഞ ഭയങ്കരമായിട്ട് ചേരും എന്നുള്ള കോൺഫിഡൻസ് 100% ആയിരുന്നുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു അത് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അവളത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഷീസ് ലുക്കിംഗ് വെരി പ്രിറ്റി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഒരു സാരിയും കൂടെ കണ്ടു. നല്ലൊരു കോമ്പിനേഷനായിരുന്നു. അതൊരു ബ്ലൂവും ഒരു ഫുഷ്യ പിങ്ക് പോലത്തെ ഒരു കളറായിരുന്നു സംഭവം. ഇതും ആക്ച്വലി കൊള്ളാം അവൾക്ക്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ആകെ കൺഫ്യൂഷനായി. പക്ഷെ എന്ന് വെച്ചാൽ ഈ യെല്ലോ പുൾ ഔട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാൽ ഇവൾക്ക് യെല്ലോ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു, അത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞങ്ങൾ അവസാനം യെല്ലോയിൽ തന്നെയാണ് ഗൈസ് ഉറച്ചു നിന്നത്. റൂത്തിൻ്റെ സാരിക്ക് ആക്ച്വലി ഈ ഒരു ഡിഫറെൻറ്റ് കളർ ഗ്രീൻ കണ്ടപ്പോൾ നമുക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. വി ജസ്റ്റ് വാണ്ടഡ് ടു നോ എങ്ങനെ ഉണ്ടാവും. അങ്ങനെ അത് ട്രൈ ചെയ്തു. ആൻഡ് സാരീൻ്റെ ഈ കളർ ആക്ച്വലി രസമുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലൗസ് വന്നപ്പോൾ അതൊരു ബ്രൈറ്റ് കളർ പിങ്ക് ആയിരുന്നു, വിച്ച് വാസ് നോട്ട് ഗോയിങ് വിത്ത് ദ സാരി. എൻ്റെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി അവൾ എന്നെ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ പോയിട്ട് പറഞ്ഞു എനിക്ക് ബ്ലൗസിൻ്റെ കളർ മാത്രം ചേരാനായിട്ട് തോന്നിയില്ല. പറഞ്ഞ കൂടെ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞതായി. ഇപ്പോൾ അവൾ അടുത്ത സാരി ട്രൈ ചെയ്യാൻ പോവാണ്. ഈ കളർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ ഒരു പേർപ്പിൾ ഷെയ്ഡ്, ഒരു ആൻറ്റി ഗോൾഡ് ബോർഡർ വരുന്ന പോലെ. ആൻഡ് ഇത് വെച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ദിസ് കളർ ലുക്ക് വെരി ഗുഡ് ഓൺ ഹെർ. അപ്പോൾ ഞങ്ങൾ മോസ്റ്റ്ലി തന്നെയായിരിക്കും ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇതെടുത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അന്ത്രൂനോട് ഏത് കളർ വേണമെന്ന് ചോദിച്ചപ്പോൾ തന്നെ അവൾ റെഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ ആദ്യം സെലക്ട് ചെയ്ത സാരി ഇതാണ്. പക്ഷേ ആ ഒരു ക്രീം കളർ വലിയ ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ നോക്കി. ആൻഡ് ഇത് സാരിയാണ് നമ്മൾ അന്ത്രൂനെടുത്തത്. ഇവർ കാണിച്ചു തന്ന സാരിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാരീസൊക്കെ നമ്മൾ മാറ്റി വെച്ചേക്കാണ്. എന്നിട്ട് അവസാനം നമ്മൾ നമ്മുടെ ലിസ്റ്റ് നോക്കിയിട്ട് ഏത് സാരി ആർക്ക് കൊടുക്കണം എന്നൊക്കെ അങ്ങനെ നമ്മൾ അലോട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. സൂപ്പർ. സ്പീക്ക് നമ്മളെന്തോ പേസ് ചെയ്യുന്നില്ല. കൊച്ചിയിൽ ഔട്ട്ലെറ്റ് வண்டர்லா வீட்டுக்கு பக்கமா இருக்குங்கக்கா. கொஞ்சம் பஸ் அந்த மாதிரி டிராவல் எனக்கு வந்து ஸ்கூட்டர்ல மட்டும் போய் போதும். ஸ்கூட்டில போறோம். ஓகேங்க. அவ வந்து ரொம்ப ஃபேமஸான யூடியூபர் கேரளாவில். அந்த பொண்ணு யூடியூபரா கேரளால. அது வந்து இது மாதிரியே இருக்கும். ഇവളെ വീഡിയോ പാത്താച്ചാ എന്താ ചെയ്യണ? ഇത് എടുക്കേണ്ട ആൾക്കാരൊക്കെ ഇങ്ങനെ ടിക്ക് ചെയ്ത് പോവാ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ കൊണ്ടുവന്നേ. അതല്ല ഞാൻ ഞങ്ങൾക്ക് സാരി എടുത്തു, ഞങ്ങൾ സെറ്റായി. ഇപ്പം അവർ അവരുടെ സാരി എടുത്തോണ്ടിരിക്കുക. അങ്ങനെ എല്ലാവരുടെയും സാരി എടുത്ത് നമ്മളിവിടെ അമ്മയുടെ സാരിയിലേക്ക് എത്തിക്കുകയാണ്. നമ്മൾ ഈ 2 സാരീസാണ് നമ്മൾ നോട്ടിട്ട് വെച്ചിരിക്കുന്നത് അമ്മയ്ക്ക്. ഈ ഒരു വെരി ലൈറ്റ് ലാവൻഡർ ഷെയ്ഡും ഈ ഒരു ഗ്രീൻ കളർ സാരിയാണ് നോക്കി വെച്ചിരിക്കണേ. അമ്മയ്ക്ക് കുറച്ചുകൂടെ എടുക്കാൻ എളുപ്പമുള്ള ഒരു ലൈറ്റ് വെയ്റ്റ് സാരി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മറ്റേ ഗ്രീൻ സാരി കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ് ഗൈസ്. അച്ഛാ നോക്ക്, ഇത് നോക്ക്. ബെൽറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ സാരി. ബെൽറ്റോ? ഇത് ഞങ്ങൾക്ക് ഒന്നുമില്ല. കൈ വെക്കുമ്പോൾ പിരിഞ്ഞിട്ട് പോയത് അതുക്കാകെ. ഇത് കൊള്ളാം. ഇത് നാളെ മുതൽ ഇവിടെ പഠിച്ചിരിക്കണം. ഞാൻ പഠിച്ചു. വേറെ സാരി ഒന്നും നോക്കണ്ട, ഇത് തന്നെ മതി എന്ന് അമ്മ പറഞ്ഞുകൊണ്ട് ഈ സാരി തന്നെ നമ്മൾ അമ്മയ്ക്ക് ഫിക്സ് ചെയ്തു ഗൈസ്. ഇനി നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ബ്രൈഡൽ സാരി നോക്കാനാണ്. അപ്പോൾ ഞാൻ ആദ്യം പോയപ്പോഴേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് റെഡായിരുന്നു എൻ്റെ മനസ്സിലുള്ള സാരി. അപ്പോൾ
കുറേ സാരികൾ അവർ നമുക്ക് കാണിച്ചു തന്നു. ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ടായിരുന്നത്. കുറേ ഒന്നും നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ റെഡിൻ്റെ തന്നെ കുറേ കളേഴ്സ് നമ്മൾ കണ്ടു. അതുപോലെ പേർപ്പിൾ ഷെയ്ഡിലുള്ള ഒരുപാട് നല്ല സാരീസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഞങ്ങളിങ്ങനെ കുറേ സാരീസ് കണ്ട് ഞാനിപ്പോൾ ഇവിടെ ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് ഗൈസ്, ഏത് സാരി എടുക്കണം എന്നുള്ള. ഈ ഒരു സാരിയാണ് അവർ ഈ മാസത്തെ അവരുടെ എക്സ്ക്ലൂസീവ് സാരി എന്ന് പറയുന്നത്. കാത്തിരിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ. കാത്തിരുന്ന ആ സാരി വന്നിട്ട് ഇട്ടിട്ടുള്ളൂ. ശ്രുതി ഹാസൻ ഫോട്ടോലോ സെയിം സാരി. ഐ ഡോണ്ട് നോ ഇഫ് ദ വീഡിയോ ഡസ് ജസ്റ്റിസ് ടു ദ സാരി. സാരി ആക്ച്വലി ഭയങ്കര പ്രിറ്റി ആയിട്ടുള്ളൊരു സാരിയാണ്. ആൻഡ് ബാക്കി സാരീസിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് വെരി ലൈറ്റ് വെയ്റ്റ് ആൻഡ് എ ബ്യൂട്ടിഫുൾ റെഡ് ബോർഡറും ഉണ്ട്. പക്ഷേ ഞാനിങ്ങനെ റെഡ് സാരി ആയിരുന്നല്ലോ എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഓഫ് വൈറ്റ് റെഡ് ആക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. എൻ്റെ മുഖം ഇരിക്കണുണ്ടില്ലേ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് അറിയുമോ ഗൈസ്, നിങ്ങൾ സാരിയൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഒരു നല്ല കമ്മലും നല്ല വൃത്തിയിൽ അണിഞ്ഞൊരുങ്ങിയൊക്കെ പോവുക. സോ ദാറ്റ് നിങ്ങളുടെ മേത്ത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് കുറച്ചും കൂടെ ബെറ്ററായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ പോകരുത് നിങ്ങൾ സാരി എടുക്കാൻ പോകുമ്പോൾ. എല്ലാവരും ഒരേപോലെ തംസപ്പ് തന്ന ഒരു സാരിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ ഉടുത്തേക്കണം ഞാൻ നിങ്ങളെ കാണിക്കണില്ല. ബിക്കോസ് അപ്പോൾ അത് ഫൈനൽ ഞാനതെടുത്ത് വരുമ്പോൾ നിങ്ങൾക്കൊരു പുതുമ തോന്നില്ലല്ലോ. ഫിക്സ് ചെയ്തോ? വെഡിങ് സാരി ഗൈസ്. മുത്തശ്ശി സൂപ്പർ അല്ലേ? അങ്ങനെ നമ്മുടെ സാരി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഒരു നീണ്ട ഷോപ്പിംഗ് ആയിരുന്നു. നന്ദി നമസ്കാരം. നന്ദി നമസ്കാരം. ഇനി ഞങ്ങൾ പൈസ കൊടുത്ത് കുടിയാൻ പോണ കണ്ട സാരികൾ എന്ത് വിഷമം മുഖത്ത്. പൈസ പിന്നെ നമ്മൾ അന്ന് പറഞ്ഞ മാതിരി തന്നെ ഇവർ നമുക്ക് സാരിയൊക്കെ പൂജിച്ചൊക്കെ തന്ന് നമുക്ക് ചന്ദനമൊക്കെ തൊടാനൊക്കെ തരും. അപ്പം ഞങ്ങളെല്ലാവരും ചന്ദനം അവിടെ ബാക്കിൽ ശീതൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നൈസായിട്ട് ചമ്മി പോയി അപ്പുറത്ത് നിൽപ്പുണ്ട്. പാത്തുവിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞത് അത് വരാത്ത സ്ഥിതിക്ക് സാരി വാങ്ങിക്കൊടുക്കില്ല എന്നാണ്. പക്ഷേ എൻ്റെ വിശാല മനസ്സുള്ളതുകൊണ്ടും ഞങ്ങൾക്ക് വളരെ അധികം സൗഹൃദം ഉള്ളതുകൊണ്ടും കൊടുക്കാമെന്ന് വെച്ചു. നന്ദുവിന്റെ കല്യാണ സാരി കിട്ടിക്കൊണ്ടിരിക്കാണ് ഗൈസ്. ഹാപ്പി അല്ലേ? അങ്ങനെ ഞങ്ങളുടെ വെഡിങ് സാരി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഫാമിലിക്കും എല്ലാവരുടെയും ബ്രൈഡൽ സാരി ഞങ്ങൾ എടുത്തു കഴിഞ്ഞു. വി ആർ വെരി എക്സൈറ്റഡ് ടു ഡോൾ അപ്പ് ഓൺ മൈ വെഡിങ് ഡേ. ഇഫ് യു വില്ലിംഗ് ഡെഫിനറ്റ്ലി യു ഹാവ് ടു കം ടു സേലം ആൻഡ് യു ഹാവ് ടു വിസിറ്റ് ദിസ് ഷോപ്പ്. ഇവിടെ കുറേ ഷോപ്സ് നിറച്ച് ഷോപ്സാണ്. അപ്പം ഞങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഷോപ്പ് ഇതാണ്. ഇവിടെ നിന്നാണ് ഞങ്ങളെല്ലാം എടുത്തത്. So the shop's name is Kanchipuram Varamahalakshmi Silks. Do come with your friends and family. നല്ല അമേസിങ്. എല്ലാ ട്യൂസ്ഡേയ്സ് അവരുടെ കളക്ഷൻ വരും, ന്യൂ കളക്ഷൻസ് വരും. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. ബൈ ബൈ. Part 2 is on the way guys. മന്ത്രകോടി ഷോപ്പിംഗ് ഒക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ do like, share and subscribe.